കഴിഞ്ഞ 5 രാത്രിയും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് നമുക്കൊന്ന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും കർത്താവിന്റെ കൃപ പകർന്ന് കർത്താവ് നമ്മെ സഹായിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ കൂടെ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് ഗ്രഹിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ശുശ്രൂഷയ്ക്കായിട്ട് കൊയറിനെ ക്ഷണിക്കാം. നിത്യരാജാവ തന്റെ കാന്തയെ ചേർപ്പതിനാ പ്രിയൻ വേഗം വരും. നിത്യരാജാവ തന്റെ കാന്തയെ ചേർപ്പതിനാ ഒരുങ്ങുകൻ മനമേ നിൻ പതിയെ സ്വീകരിപ്പാൻ ഇടുക്കമോടോരോ നാടും ഇടുക്കമോടോരോ നാടും മനമേ നിൻ പതിയെ സ്വീകരിപ്പാൻ ഇടുക്കമോടോരോ നാടും ഇടുക്കമോടോരോ നാടും. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൻ നല്ല പൊരുതിടുക. പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. സ്വർഗത്തിൽ നിക്ഷേപമെന്നെണ്ണീയുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യദേഹം. സ്വർഗത്തിൽ നിക്ഷേപമെന്നെണ്ണീയുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യദേഹം. സ്വർഗരാജ്യവും നീതിയും അന്വേഷിച്ചനുദിനവും. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൻ നല്ല പൊരുതിടുക. പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. കീർത്തനങ്ങളോടെ നീ ഓടിടുവാൻ കർത്തൻ കരുതിടും നിനക്കായി വേണ്ടതെല്ലാം. കീർത്തനങ്ങളോടെ നീ ഓടിടുവാൻ കർത്തൻ കരുതിടും നിനക്കായി വേണ്ടതെല്ലാം. സ്വർഗത്തിൽ മഞ്ഞയും പാറയും വെള്ളവും മരുഭു പ്രയാണമതിൽ, മരുഭു പ്രയാണമതിൽ. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൻ നല്ല പൊരുതിടുക. പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. ജയിച്ചിടുവാൻ ബലം ധരിപ്പിക്കുന്ന പരിചയായി കാക്കും നിന്നെ. ജയിച്ചിടുവാൻ ബലം ധരിപ്പിക്കുന്ന പരിചയായി കാക്കും നിന്നെ. മതിൽ ചാടിക്കടക്കും തൻ ഭുജബലത്താൽ ആർത്തിടുമുന്നതികളിൽ, ആർത്തിടുമുന്നതികളിൽ. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൻ നല്ല പൊരുതിടുക. പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. ആകയാൽ മനമേ നീ ആനന്ദിക്കാം, ആമോദമോടെ നീ
തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. സ്വർഗത്തിൽ നിക്ഷേപമെന്നിടുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം. സ്വർഗത്തിൽ നിക്ഷേപമെന്നിടുക, സ്വർഗരാജ്യമത്രേ നിന്റെ നിത്യഗേഹം. സ്വർഗരാജ്യവും അതിൻ നീതിയും മുന്നമേ അന്വേഷിച്ചനുദിനവും, അന്വേഷിച്ചനുദിനവും. യേശുവേ നോക്കി നീ ജീവിച്ചിടുക, വിശ്വാസത്തിൻ നല്ല പൊരുതിടുക. പ്രതിഫലം താൻ തരും തൻ പ്രിയന്മാർക്ക് പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്, പ്രത്യാശയോടോടുക പുരിയിലേക്ക്. ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ 6-ാം ദിവസം സന്ധ്യാസമയത്ത് നമുക്കൊന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ പാദപീഠത്തിങ്കൽ അടുത്തു വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. ഈ ദിവസങ്ങളിൽ സൂം പ്ലാറ്റ്ഫോമിൽ വചന പഠനത്തിനായി കടന്നു വരുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി. വർഗീസ്, അദ്ദേഹത്തെ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. നാം പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവദാസനെ കർത്താവ് പിന്നെയും സഹായിച്ച് നമുക്ക് ആവശ്യമാർന്ന ദൈവത്തിന്റെ വചനം നമുക്ക് ലഭിപ്പാൻ തക്കോണം ഇടയായിത്തീരും. ഇന്നലെ രാത്രി നാം കേട്ടത് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവം തന്ന വാഗ്ദത്തം ഏറ്റവും വലുത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. അവിടെ ദൈവത്തിന്റെ ദാസനിൽ കൂടെ നാം കേട്ടു 2 കാര്യങ്ങൾ. ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. 2, നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകണം. ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടവരാണ് നാം അവനെ കാണുമ്പോൾ അവനോട് സമന്മാരാകും. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം എത്ര വലുതാണ്. നാം കർത്താവിനോട് കൂടി ആയിരിക്കുന്ന ഒരു വലിയ നാള് നമുക്ക് മുമ്പിലുണ്ട്. കർത്താവിനെ തന്നെ നമുക്ക് തന്നിരിക്കുക. ആകയാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഭയത്തോട് ഭക്തിയോട് ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് കർത്താവിന്റെ മടങ്ങിവരവിനായി പ്രത്യാശയോടെ നോക്കി പാർക്കുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളൊരു ബൈബിൾ ക്ലാസ് കേട്ടു, നല്ല അഭിപ്രായം, കൊള്ളാം. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് ഭാഗത്താണ് ക്രമീകരണം വരുത്തേണ്ടത് എന്ന് ഓരോരുത്തർക്കും അറിയാം. ഇപ്പം കേൾക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എവിടെയാണ് ക്രമീകരണങ്ങൾ ഇനി ഉണ്ടാകേണ്ടത് അത് മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സമയം കളയുന്നില്ല. ഒരു പാട്ടുകൂടൊക്കെ പാടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ദേവദാസന്റെ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുതല്ലോ. ഞാൻ സമയം വേർതിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി. വർഗീസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു ദേവദാസനെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത സ്വർഗസ്ഥനായ പിതാവിനെ ഞാൻ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു. നമ്മുടെ പാപങ്ങൾക്ക്
തൻ്റെ രക്തത്തെ മറുവിലയായി പ്രായശ്ചിത്തമായിട്ട് നൽകി മരണാധികാരിയായ പിശാചിൽ നിന്നും മരണത്തിൻ്റെ ഭീതിയിൽ നിന്നും നമ്മെ വിടുവിച്ച ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവും ആദരവും വന്ദനവും ഏവർക്കും അറിയിക്കട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളുടെ 6ാമത്തെ സന്ധ്യയിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അതിനായുള്ള നമ്മുടെ ഒരുക്കവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ദൈവവചനത്തെ ആധാരമാക്കി അല്പകാര്യങ്ങൾ കൂടെ ശ്രദ്ധിപ്പാൻ ഇന്ന് ദൈവം അവസരം നൽകിയിരിക്കുന്നു. ഇന്നലെ നാം പിരിഞ്ഞതിന് ശേഷം ഇതുവരെ തിരിച്ചരകടിയിൽ നമ്മെ മറച്ചതോർത്ത് സ്തോത്രം. വീണ്ടും ഏകാഗ്രമായ മനസ്സോടെ പ്രാർത്ഥന നിർഭരതയോടെ തികഞ്ഞ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അതിനുവേണ്ടി നാം എങ്ങനെ ഒരുങ്ങണം എന്നതുമാണ് നമ്മുടെ വിഷയം. ഇതുവരെ നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗത്താണ് നിന്നത്. ആ വിഷയം ഇനിയും തീർന്നിട്ടില്ല. എന്നാൽ ഇന്നലെ നമ്മൾ 2ാം ഭാഗത്തേക്ക് പ്രവേശിക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നതെങ്കിലും അതിന് അത്ര കണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് 2ാം ഭാഗത്തേക്ക് നമ്മളങ്ങ് ജമ്പ് ചെയ്യുക, ചാടിക്കയറുക. ഇത് തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉപസംഹാര സമയത്ത് ആദ്യത്തെ വിഷയത്തിൽ അത്യാവശ്യം പറയേണ്ട 1-2 കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ച് നിർത്താം എന്നാണ് കർത്താവിൽ ആശിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. നമ്മുടെ വിഷയത്തിൻ്റെ 1ാമത്തെ ഭാഗത്ത് ഇനിയും നമുക്ക് കുറഞ്ഞപക്ഷം ഉൽപ്രാവണം എന്ന വിഷയത്തെക്കുറിച്ചെങ്കിലും നോക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ ഏറ്റവും ഒടുവിലത്തേക്കായിട്ട് മാറ്റിവെക്കുന്നത്. ഇന്ന് നമ്മൾ നമ്മുടെ വിഷയത്തിൻ്റെ 2ാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു. ഇന്നലെ വരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനം, the second coming of the Lord Jesus Christ. We have seen it is most important theme in the Bible, and we have enough guarantees that our Lord will come. നമ്മുടെ കർത്താവ് വരും എന്നുള്ളതിന് തിരുവെഴുത്തിനെ ആധാരമാക്കി നമുക്ക് പല ഉറപ്പുകൾ ലഭിച്ചു, ഗ്യാരണ്ടീസ് ലഭിച്ചു. അതുപോലെ നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്നും തിരുവെഴുത്തുകളിൽ നിന്നും നാം കണ്ടു. ഈ വിഷയം പഠിപ്പിക്കുമ്പോഴൊക്കെ പലരും ആവശ്യപ്പെടാറുള്ളത്, പാസ്റ്ററെ, ആ 666 കുറിച്ചും അന്തിക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ ഒന്ന് വിശദീകരിച്ചു പറയണമെന്ന്. ഏതായാലും ബഥേൽ ദൈവസഭ അതൊന്നും ആവശ്യപ്പെട്ടില്ല എന്നതിൽ ദൈവത്തിന് സ്തോത്രം. ഞാൻ പക്ഷേ അന്തിക്രിസ്തുവിനെ എതിർ ക്രിസ്തു എന്നുള്ളതാണ് കൂടുതൽ ശരി. എതിർ ക്രിസ്തുവിനെ കുറിച്ചോ ഈ ആൻറ്റി ക്രൈസ്റ്റ് എന്ന ഇംഗ്ലീഷിന് എനിക്ക് തോന്നുന്നു ഈ ആൻറ്റി അങ്ങ് അന്തിയാക്കിയതാണോ? അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു എന്നുള്ളതാണ് ശരി. ഇപ്പൊ എതിർ ക്രിസ്തുവിനെ കുറിച്ചും 666 കുറിച്ചും മഹാപീഡന കാലത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറെ ഇഷ്ടം
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ വരവിനെയും നമുക്ക് ലഭിക്കുന്ന നിത്യതയിലെ സൗഭാഗ്യങ്ങളെയും ഒക്കെ കുറിച്ച് പ്രസ്താവിക്കുന്നതാണ്. കൂടാതെ ഞാൻ വളരെ ഊന്നൽ കൊടുത്ത് ഈ വിഷയം പഠിപ്പിക്കാറുള്ളത്, നാം കർത്താവിൻ്റെ വരവിനായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ വായിച്ച നമ്മുടെ ചിന്തകൾക്ക് ആധാരമായ 2 പത്രോസ് 1:4 വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. 2 Peter 1:4 once again, please. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇനിയും 1 യോഹന്നാൻ, ഇന്നലെ നമ്മൾ പറഞ്ഞു വിട്ടതാണ്, വായിച്ചില്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ഉം 3-ഉം വാക്യങ്ങളും കൂടെ. 1 John chapter 3 verses 2 and 3. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു വിട്ട വാക്യങ്ങളാണ്. പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചത്, ദൈവം നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള 9 വാഗ്ദത്തങ്ങളെ പറ്റിയാണ് ഇന്നലെ നമ്മൾ ഓടിച്ചെന്ന് നോക്കിയത്. അതുപോലെയുള്ള മറ്റു വാഗ്ദത്തങ്ങളും നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാം. എന്തിനാണ് ഈ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, ലോകത്തിൻ മോഹത്താലുള്ള നാശം നാം വിട്ടൊഴിയണം. To escape the decay that is due to the lust of this wicked world. ലോകത്തിൻ മോഹത്താലുള്ള നാശം നാം വിട്ടൊഴിയണം. 2, that means something negative. We need to denounce. In preparation for the coming of the Lord, these 2 aspects are very important. Denouncing and then doing positively. Simply speaking, do's and don'ts. കർത്താവ് വരുന്നു എന്നതിനാൽ നാം എന്ത് ചെയ്യണം? അതിനെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. എന്ത് അരുത്, എന്ത് ആകണം. ഈ നമ്മൾ വായിച്ച വാക്യത്തിൽ തന്നെ അത് 2ഉം നമുക്ക് തരം തിരിച്ചു തന്നിട്ടുണ്ട്. ഒന്ന്, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. 2, അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. 2, നാം അനുഷ്ഠിക്കേണ്ടവയുണ്ട്, നാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ളൊരു ക്ലാസ്സിൽ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തരിക ഒന്നും സാധ്യമാവില്ല. നമുക്കതിൻ്റെ ഒരു ചെറിയ ഔട്ട്ലൈൻ മാത്രമേ സാധ്യമാവൂ. ബാക്കി നമ്മൾ പഠിക്കുമ്പോൾ
പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും സാധിക്കും. സ്തോത്രം. അതുകൊണ്ട് ഉള്ളതെല്ലാം ഒരു ലിസ്റ്റാക്കി തരാനായിട്ട് സാധ്യമല്ല എന്നത് മനസ്സിലാക്കുമല്ലോ. നമുക്ക് വിഷയത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ്സുകളുടെ ദിവസങ്ങളിലോ ഈ 1-1.5 മണിക്കൂറോ മാത്രമല്ല നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. സ്തോത്രം. ഒരു ചെക്ക് ലിസ്റ്റായിട്ട് നമ്മൾ ഇതിനെ അങ്ങനെ വെക്കരുത്. നമുക്കൊരു ചെറിയ സൂചന മാത്രമാണിത്. സ്തോത്രം. ഇത് അൾട്ടിമേറ്റ് അല്ല. ഇപ്പൊ നാം നോക്കാൻ പോകുന്നത് ഇവിടെ കണ്ടോ, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയണം. There are a lot many things we should abstain from. It is both to go with the Lord and rather because we are to go with him or we are going with him. കർത്താവിനോട് കൂടെ പോകേണ്ടതിനും അതിലുപരി കർത്താവിനോടുകൂടെ പോകുന്നവരാകയാലും പലതിൽ നിന്നും നാം ഒഴിഞ്ഞിരിക്കണം. പലതും നമ്മൾ ചെയ്യാൻ പാടില്ല. സ്തോത്രം. മനസ്സിലായല്ലോ? ഇതിൽ പലതും ഇത് ചെയ്താൽ കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാം എന്നാരും കരുതരുത്. മറിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൽ നാം പോകുന്നവരായതുകൊണ്ട്, നാം കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശനം സാധിച്ചവരായതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കണമെന്നുള്ളതാണ് കൂടുതൽ ശരി. അത് മനസ്സിലായി കാണുമല്ലോ. These things are not actually a basic by which we can enter into the kingdom of God. Entrance into the kingdom of God is purely by grace and by faith and because of the atoning death of Christ on the cross. ഈ പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിൻ്റെ വരവിനായി നാം എങ്ങനെ ഒരുങ്ങണം എന്ന് പഠിക്കുന്നതിൻ്റെ ആമുഖത്തിൽ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യം ഞാൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. രക്ഷയും ദൈവരാജ്യപ്രവേശനവും കേവലം നമുക്ക് ദൈവത്തിൻ്റെ കൃപയാലും വിശ്വാസത്താലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താലും മാത്രമേ സാധ്യമാവൂ. സ്വർഗരാജ്യപ്രവേശനം ക്രിസ്തുവിനോട് കൂടെയുള്ള എടുക്കപ്പെടിയിൽ അഥവാ ക്രൈസ്തവ രക്ഷ പ്രവർത്തികളാൽ അല്ല. നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും രക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള കർമ്മമാർഗമല്ല. വളരെ അക്കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണം. ചിലർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുണ്ട്. നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കർമ്മകാണ്ഡമല്ല. പാപക്ഷമയ്ക്ക് വേണ്ടിയോ നിത്യജീവനു വേണ്ടിയോ രക്ഷയ്ക്ക് വേണ്ടിയോ ഉള്ള കർമാനുഷ്ഠാനങ്ങളല്ല നമ്മൾ പറയാൻ പോകുന്നത്. പകരം ദൈവരാജ്യത്തിലേക്ക് കൃപയാലും
വിശ്വാസത്താലും യേശുക്രിസ്തുവിൻ്റെ ഏകയാഗത്താലും മാത്രം പ്രവേശനം സിദ്ധിച്ചിരിക്കുന്ന ദൈവമക്കൾ ജീവിക്കേണ്ടതായ ജീവിത ശൈലിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. മനസ്സിലായി കാണുമല്ലോ. The things we are to learn now are not a ritualistic, legalistic way to salvation, nor these are some rites, rituals for forgiveness. But this is about the lifestyle of the forgiven. This is the very lifestyle of the Sion Sancharis, the pilgrims towards the heavenly Zion, the citizens of heaven, the very lifestyle of the blood washed and the blood bought. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട, ദൈവരാജ്യത്തിലെ അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരന്മാരായി തീർന്ന ദൈവത്തിൻ്റെ മക്കളുടെ ജീവിത ശൈലിയായിരിക്കണം നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് പാപക്ഷമ കിട്ടുകയോ ജീവന്റെ പുസ്തകത്തിൽ പേരുകൾ ചേർക്കപ്പെടുകയോ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം സാധിക്കുകയോ ചെയ്യുകയില്ല എന്ന് ആദ്യമേ തന്നെ അറിഞ്ഞുകൊള്ളുക. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. അപ്പോൾ നമ്മൾ പാപക്ഷമ ലഭിച്ചവരായതുകൊണ്ട് ഇങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിത ശൈലി. എന്നാൽ നാം പാപക്ഷമ ലഭിച്ചെന്ന് പറയുകയും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ചിലപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് വ്യാജമാകാനിടയുണ്ട്. വെറും ഒരു മിഥ്യാധാരണയാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത. അതാണ് പത്രോസ് പറഞ്ഞത്, ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിയുക. 2, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. യോഹന്നാൻ പറഞ്ഞതെന്താ? 3-ാം വാക്യത്തിൽ 1 യോഹന്നാൻ 3:3 പറഞ്ഞു, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം താൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. സ്തോത്രം. തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. നമുക്ക് പ്രത്യാശ. എന്താണ് പ്രത്യാശ? ഇന്നലെ പറഞ്ഞ 9 കാര്യങ്ങൾ കുറഞ്ഞത്. സ്തോത്രം. ആ പ്രത്യാശ നമുക്ക് ക്രിസ്തുവിൽ ഉണ്ടെങ്കിൽ ക്രിസ്തു നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ നിർമ്മലീകരിക്കും. സ്തോത്രം. ഇത് നമ്മുടെ ഈ 2-ാം ഭാഗത്തെ ചിന്താവിഷയത്തിനുള്ള ഒരു ആമുഖമാണ് പറഞ്ഞത്. ഈ ആമുഖം പക്ഷെ വളരെ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമാണ്. സ്തോത്രം. This was just a preface, an introduction for the lessons in these coming classes, but a firm foundation for our next sessions
and therefore we should be very much careful about. ആവർത്തിക്കുന്നു, രക്ഷ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രം. രക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം. രക്ഷ നമ്മുടെ മാനസാന്തരത്തിലും വിശ്വാസത്തിലും കൂടെ മാത്രം. കർമ്മങ്ങളാൽ ലഭ്യമല്ല. സ്തോത്രം. കർമ്മങ്ങളാൽ ലഭ്യമല്ല. അതുകൊണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയായി. നമ്മൾ വായിച്ച ഈ വാക്യങ്ങളെ തന്നെ ആധാരമാക്കിക്കൊണ്ട് തുടങ്ങാം. 1, വിശുദ്ധന്മാർ 2015 തോന്നുന്നു അവിടെ വന്നപ്പോൾ നമ്മളെടുത്ത വിഷയം വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ വിശുദ്ധീകരണമായിരുന്നല്ലോ. സ്തോത്രം. ഏതാണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മറ്റൊരു വീക്ഷണകോണിൽ, ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ഒന്നാമത് ഞാനങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെയും രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ എല്ലാവർക്കും കൂടെ അടിസ്ഥാനപരമായ കാര്യം ആദ്യം പറയാം. Because our Lord is coming, what shall we do? First of all, primarily, we need to be reconciled with God. First of all, this is the very basic thing for all, whether regenerated or unregenerated, born again or not. Basically for all, what should we do? Be reconciled with God. സ്തോത്രം. റെക്കൺസിലിയേഷൻ എന്ന ഒരു ആദ്യത്തെ വിഷയം ഞാൻ അവതരിപ്പിക്കട്ടെ. കർത്താവ് വരുന്നു. നമുക്ക് കർത്താവിനോടുകൂടെ പോകണം. അവൻ്റെ വരവിൽ നമുക്ക് എടുക്കപ്പെടണം. തള്ളപ്പെടുവാൻ പാടില്ല. നഷ്ടപ്പെട്ടു പോകുവാൻ പാടില്ല. സ്തോത്രം. നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിനെന്തു വേണം? ഏറ്റവും ഒന്നാമത് നാം നിരപ്പ് പ്രാപിക്കുക. ബി റെക്കൺസൈൽഡ്. നിരപ്പ് പ്രാപിക്കുക. ആ നിരപ്പിന് പ്രധാനമായിട്ടും 2 വശങ്ങളുണ്ട്. 2 aspects for this reconciliation. ബേസിക്, ഏറ്റവും പ്രധാനം, സ്തോത്രം, ദൈവത്തോട് നിരന്നുകൊള്ളുക എന്നുള്ളതാണ്. ദൈവത്തോട് നിരന്നുകൊള്ളുക. രക്ഷിക്കപ്പെട്ടവർക്കും പെടാത്തവർക്കും, സ്നാനപ്പെട്ടവർക്കും പെടാത്തവർക്കും, സഭയ്ക്കകത്തും പുറത്തും ഉള്ള എല്ലാവർക്കും പൊതുവായുള്ള കാര്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടേണ്ടതിന് നാം നിരന്നുകൊള്ളുക എന്നുള്ളത്. ആ നിരപ്പിന് 2 വശങ്ങൾ. അതിൻ്റെ ഒന്നാമത്തെ വശം ദൈവത്തോട് നിരന്നുകൊള്ളുക. ദൈവത്തോട് നിരന്നുകൊള്ളുക. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. 2007 നമ്മൾ ഒരുമിച്ച് പഠിച്ച 2 വിഷയങ്ങളിൽ ഒന്ന് ഈ വാക്യത്തെ ആധാരമാക്കിക്കൊണ്ടായിരുന്നു. അംബാസഡേഴ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികൾ എന്ന വിഷയം ഈ വാക്യത്തിൽ നിന്നാണ് പഠിച്ചത്. വായിച്ചാട്ടെ. 2 Corinthians. We are therefore Christ's ambassadors, as though God were making his appeal through us. We implore to you on Christ's behalf, be reconciled to God. Be reconciled to God. On behalf of Christ,
ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്താ അപേക്ഷിക്കുന്നത്? ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ. സ്തോത്രം. മനുഷ്യന്റെ പൊതുവായ അവസ്ഥ നമുക്കറിയാം. ജനറൽ സ്റ്റാറ്റസ് ഓഫ് മാൻ, മനുഷ്യന്റെ പൊതുവായ അവസ്ഥ ഹോസ്റ്റൈൽ ടു ഗാഡ്, എനിമീസ് ഓഫ് ദ ക്രോസ്, ക്രൂശിന് വൈരികൾ, ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തോട് ശത്രുത്വത്തിൽ കഴിയുന്നയാളാണ്. നാമുമൊക്കെ ദൈവത്തിൻ്റെ വൈരികളായിരുന്നു, ശത്രുക്കളായിരുന്നു. സ്തോത്രം. നാമും എല്ലാവരും. ഇപ്പോൾ മുഴുവൻ ലോകവും അങ്ങനെ തന്നെയാണ്. അങ്ങനെ പാപം നിമിത്തം ദൈവത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ആരായാലും പണ്ഡിതനോ പാമരനോ കുബേരനോ കുചേലനോ വെളുത്തവനോ കറുത്തവനോ ഉയർന്നവനോ താണവനോ മുതലാളിയോ തൊഴിലാളിയോ ആരായിരുന്നാലും മനുഷ്യനെന്ന നിലയിൽ ഏറ്റവും ആദ്യം വേണ്ടത് ദൈവത്തോട് നിരക്കുക എന്നുള്ളതാണ്. സ്തോത്രം. നമ്മെക്കൊണ്ടത് സാധ്യമല്ല, അതുകൊണ്ട് ദൈവം അത് സാധിപ്പിച്ചു. 18 വാക്യം നോക്കിക്കാട്ടെ, വേഴ്സ് 18, സെയിം ചാപ്റ്റർ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം തന്നെ കാരണഭൂതൻ. നമ്മളെ കൊണ്ട് ദൈവത്തോട് നിരക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം തന്നെ ആ നിരപ്പ് ക്രൂശിൽ നിവർത്തിച്ചു. യേശുക്രിസ്തുവിന്റെ ക്രൂശാണ് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാ നിരപ്പിക്കുന്നത്? എഫേസ് ലേഖനം 2-ാം അധ്യായം 14 മുതൽക്കുള്ള വാക്യങ്ങളിൽ പൗലോസ് അക്കാര്യം വിശദമാക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ, Ephesians chapter 2 verses from 14, Paul describes the very process of reconciliation. നമ്മുടെ അഥവാ മാനവജാതിയുടെ പാപമെല്ലാം യേശുക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ മേൽ ചുമത്തി. എന്നിട്ട് മാനവജാതിയുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും യേശുവിൻ്റെ മേൽ കെട്ടിവെച്ചു, അവൻ്റെ മേൽ ചുമത്തി. സ്തോത്രം. യേശുക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ, സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യെശയ്യാ 53 കൂടെ ഇതിനോട് ചേർത്ത് പഠിച്ചോണം. അവയെല്ലാം അങ്ങനെ വിവരിച്ചു പോകാൻ നമുക്ക് നേരം അനുവദിക്കാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ഓടിപ്പോകുന്നത്. കൂടാതെ ദൈവമക്കളായി നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാതെയും അറിയാമായിരിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെയെല്ലാം അകൃത്യം യേശുവിൻ്റെ മേൽ യഹോവ ചുമത്തി. യെശയ്യാ 53. യേശു നമ്മുടെയെല്ലാം പാപം തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. 1 പത്രോസ് 2:24, 1 Peter 2:24. 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. Father Yahweh laid all of our iniquities upon Christ as per Isaiah 53. And as per 1 Peter 2:24, Jesus took
our sins upon his body. നമ്മുടെ പാപമെല്ലാം യേശു തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചു. സെക്കൻഡ് കൊരിന്ത്യൻസ് 5:21, 2 കൊരിന്ത്യർ 5:21, അങ്ങനെ യേശു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു. Christ was made sin for our sake. നമുക്ക് വേണ്ടി യേശു പാപമാക്കപ്പെട്ടു. എഫേസ്യർ 2:14 മുതൽ യേശുവിൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ സമാധാനത്തിൻ്റെ ശിക്ഷയെല്ലാം അവനേറ്റു. തൻ്റെ ജഡത്തിൽ, എഫേസ്യർ 2 തന്നെയാണ് ഞാൻ പറയുന്നത്, 14 തൊട്ടുള്ള വാക്യങ്ങൾ. യേശു തൻ്റെ ജഡശരീരത്തിൽ ശത്രുത്വം എന്ന നടിച്ചുവരിനെ ഇടിച്ചു മാറ്റി, ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇരുപക്ഷത്തെയും ഒന്നാക്കി. സ്തോത്രം. He on the cross, upon his body, did 2 things. One, he made atonement for human sin by paying a ransom. And second, he did satisfy the righteous demands of the law of the Lord. 2 കാര്യങ്ങളാണ് യേശു ഇതിനു വേണ്ടി ക്രൂശിൽ ചെയ്തത്. ഒന്ന്, മാനവ ജാതിയുടെ പാപത്തിന് തൻ്റെ ജഡശരീരത്തിന്മേൽ പ്രായശ്ചിത്തം ചെയ്തു. സ്തോത്രം. പ്രായശ്ചിത്തം ചെയ്തു. അറ്റോൺഡ് അവർ സിൻ. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തു, പരിഹാരം വരുത്തി. 2, സ്തോത്രം, ദൈവത്തിൻ്റെ നീതിയുള്ള പ്രമാണത്തെ ക്രൂശിൽ യേശു ക്രിസ്തു നിവർത്തിച്ചു, അഥവാ സാറ്റിസ്ഫൈ ചെയ്തു, തൃപ്തിപ്പെടുത്തി. എന്തായിരുന്നു ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ കഴിയാതെ നമുക്ക് തടസ്സമായിരുന്നത്? 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ പാപം. 2, ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ ദൈവത്തിൻ്റെ കൽപ്പനകൾ. വിശ്വസിക്കാൻ പ്രയാസമില്ലേ? ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണവും നമുക്ക് വിരോധമായിരുന്നു അഥവാ നമ്മുടെ ശത്രുക്കളായിരുന്നു എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പ്രയാസമില്ലേ? സ്തോത്രം. എന്നാലും ചിലർക്കെങ്കിലും സംശയം കണ്ടേക്കാം. അതുകൊണ്ട് 2 വാക്യം അതിനുവേണ്ടി സമയമില്ലെങ്കിലും വായിച്ചാട്ടെ. കൊലോസ് ലേഖനം 2:14, എഫേസ് ലേഖനവും 2:14 തൊട്ടുള്ള ചില വാക്യങ്ങൾ. 2-ാം അധ്യായമാണ്, 14 തൊട്ടുള്ള. കൊലോസ് ലേഖനം 14-ാമത്തെ വാക്യം മാത്രം വായിച്ചാൽ മതി. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. മനപ്പാഠവുമായിരിക്കും ഈ വാക്യം പലർക്കും. പക്ഷെ അർത്ഥം വല്ലതും പിടികിട്ടിയോ? സ്തോത്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. പിന്നെ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന
കൈയെഴുത്ത് മായിച്ചു, നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞു, ക്രൂശിന്മേൽ തറച്ചു. എന്താണ് നടുവിൽ നിന്നും നീക്കിക്കളഞ്ഞത്? മനസ്സിലായവരൊന്ന് പറഞ്ഞോളൂ. ഏത് കൈയെഴുത്ത്? ന്യായപ്രമാണം എന്ന കൈയെഴുത്ത്. ന്യായപ്രമാണം എന്ന കൈയെഴുത്ത് എന്തായിരുന്നു നമുക്ക് വേണ്ടി നമ്മോടുള്ള ബന്ധത്തിൽ? വിരോധവും വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത്. എങ്ങനെ അത് നമുക്ക് വിരോധവും പ്രതികൂലവുമായി? അവിടെ തന്നെ ഉണ്ടതിന് ഉത്തരം. മരിക്കണമെന്ന് നിർബന്ധമായിരുന്നില്ല. അല്ല, ആ വാക്യത്തിനകത്തുണ്ട്. ആ വാക്യത്തിനകത്ത് എങ്ങനെ നമുക്ക് പ്രതികൂലമായിരുന്നു എന്നാ ചോദ്യം. നമ്മുടെ അതിക്രമങ്ങൾ അല്ല, ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്നു. ചട്ടങ്ങളാൽ അതിനാണ് നമ്മൾ അധികം പ്രാധാന്യം കൊടുക്കാത്തത്. വായിക്കുമ്പോൾ പോലും നമ്മൾ തെറ്റിച്ച് വായിക്കുന്നത്. ഊന്നൽ കൊടുക്കേണ്ടടുത്ത് ഊന്നൽ കൊടുക്കാതെ, കോമ ഇടേണ്ടടുത്ത് കോമ ഇടാതെ നമ്മൾ ആ വാക്യം വായിക്കാറുള്ളത്. ചട്ടങ്ങളാൽ എന്താ ചട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ? ന്യായപ്രമാണം, സ്റ്റാറ്റ്യൂട്ട്സ്. ന്യായപ്രമാണത്തിന്റെ മറ്റൊരു പേരാണ് ചട്ടം. ചട്ടങ്ങൾ, ചട്ടമല്ല, ചട്ടങ്ങൾ. 119 സങ്കീർത്തനത്തിനകത്ത് നാം അതാ കാണുന്നത്. 8 പരം പേരുകളുണ്ട് ന്യായപ്രമാണത്തിന്. അതിലൊരു പേരാണ് സ്റ്റാറ്റ്യൂട്ട്സ്, ചട്ടങ്ങൾ. ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അഥവാ നിയമങ്ങൾ നിമിത്തം നമുക്ക് ന്യായപ്രമാണം വിരോധവും പ്രതികൂലവുമായിരുന്നു. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ കഴിയാതെ ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളഞ്ഞിരുന്ന 2 പ്രധാന ശത്രുക്കളെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അതിൽ ഒന്ന് നമ്മുടെ പാപം, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപം. മറ്റൊന്ന് ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ. ഈ 14-ാം വാക്യം അതാണ് പറയുന്നത്. അകൃത്യങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്നും നീക്കി. ഇപ്പൊ ക്രൂശിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരം. 2, ദൈവത്തിൻ്റെ ചട്ടങ്ങൾക്ക് സംതൃപ്തി. ചട്ടങ്ങളെ നിവർത്തിച്ചു. എഫേസ്യ ലേഖനത്തിലേതും കൂടെ വായിച്ചാട്ടെ. 2:14 തൊട്ട് വായിച്ചോളൂ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി തൽക്കാലം നിൽക്കണേ. ഏത് ശത്രുത്വം? ന്യായപ്രമാണം എന്ന ശത്രുത്വം. എങ്ങനെ? ഒന്നും കൂടെ വായിച്ചോ അത്. അവൻ നമ്മുടെ സമാധാനം. ഒന്ന് നിൽക്കണേ. അവൻ നമ്മുടെ സമാധാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സമാധാനത്തിന്റെ അർത്ഥം എന്തുവാ? മനസമാധാനം എന്നാണോ? അല്ല. ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ചിലപ്പോൾ പീസ് എന്നായിരിക്കും. For he himself is our peace. പീസ്. ആ പീസ് ഏത്
റോമർ 5:1 കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ട ശേഷം നമുക്ക് അവനോട് സമാധാനം ഉണ്ട്. സ്തോത്രം. റോമൻസ് 5:1 ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു അത്. Therefore, since we have been justified through faith, we have peace with God through our Lord Jesus Christ. പീസ് വിത്ത് ഗാഡ്. സി, പീസ് വിത്ത് ഗാഡ്. ദൈവത്തോട് സമാധാനമുണ്ട്. അതേ പീസാണ് നമ്മൾ ഇവിടെ എഫേസ്യർ 2:14 വായിച്ച പീസ്. റെക്കൺസിലിയേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. പീസ് വിത്ത് ഗാഡ് മീൻസ് എ റിക്കൺസൈൽഡ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോട് സമാധാനം എന്ന് വെച്ചാൽ ദൈവത്തോട് നിരപ്പ് എന്നാണ് അർത്ഥം. അത് വച്ചാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു നമ്മുടെ സമാധാനം എന്ന് വെച്ചാൽ അവൻ നമ്മുടെ നിരപ്പ്. മനസമാധാനമല്ല. നമ്മൾ പലപ്പോഴും സമാധാനം എന്ന് വെച്ചാൽ മനസമാധാനം എന്നാണ് പറയുന്നത്. പീസ്, ഇറ്റ് ഈസ് നോട്ട് ഓഫ് പീസ് ഓഫ് മൈൻഡ് ബട്ട് പീസ് ഇൻ റിലേഷൻഷിപ്പ്. തിരികെ വരാൻ നമുക്ക് എഫേസ്യർ 2 അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. മതി വേർപാട് മതി മതി. കണ്ടോ, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി. ദൈവത്തിന്റെ ചട്ടങ്ങളും വിധികളും നമുക്ക് പ്രതികൂലമായിരുന്നു. യേശു ഒന്നാമത് തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ച് പാപത്തിന് പ്രായശ്ചിത്തം വരുത്തി. രണ്ടാമത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധികളെ നമുക്ക് പകരം നിവർത്തിച്ചു. He satisfied the righteous demands of the law of the Lord. Because he did these two things in his body, he reconciled the hostile world unto God. എത്ര അനുഗ്രഹീതമായ കാര്യമാണിത്. സുവിശേഷത്തിൻ്റെ കാതലാണിത് കേട്ടോ. സുവിശേഷത്തിൻ്റെ അന്തസത്തയാണിത്. സ്തോത്രം. വിശ്വസിക്കുന്ന നാമും ഇത് തിരിച്ചറിയണം. സ്തോത്രം. അങ്ങനെ ദൈവം തന്നെ കാരണഭൂതനായി യേശു ക്രിസ്തുവിൽ, സ്തോത്രം, ലോകത്തെ തന്നോട് നിരപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ നിരപ്പായി, നമ്മുടെ പീസ്, റെക്കൺസിലിയേഷൻ, സമാധാനമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രൂശിലൂടെ ദൈവത്തോട് നിരക്കുകയാണ് ദൈവരാജ്യ പ്രവേശനത്തിന് അടിസ്ഥാനപരമായി ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. സ്തോത്രം. ഞങ്ങളെ ഇപ്പോഴോ പിന്നീട് എപ്പോഴെങ്കിലുമോ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ദൈവത്തോട് ഇങ്ങനെ നിരന്നിട്ടില്ലെങ്കിൽ ഇത് ദൈവത്തോട് നിരക്കാനുള്ള അവസരമാണ്. സ്തോത്രം. അങ്ങനെ ദൈവത്തോട് നിരക്കാതെ ആർക്കും കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം ദൈവം നൽകിത്തരുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലെ സമാധാനമാകട്ടോ. സ്തോത്രം. നേരത്തെ ദൈവസന്നിധിയിലേക്ക് വരാൻ നമുക്ക് പറ്റില്ലായിരുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരാൻ ആടും കാളയും പ്രാവും
കുന്തിരിക്കവും ഒക്കെയായിട്ട് ഇങ്ങനെ വരുമ്പോഴാണ് ആ വഴിയിൽ ഒരു ബോർഡ് പതിച്ചിരിക്കുന്നു. ആ ബോർഡിലോട്ട് നോക്കിയപ്പോൾ എൻ്റെ പേരാ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ പേരാ, ഗർസിം പാഷ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാ, ഡാനി പാഷ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാ. ആര് നോക്കിയാലും അവരുടെ പേരിലുള്ള ഒരു കുറ്റപത്രമാണ്. ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും അത് കണ്ടിട്ട് നേരെ തിരികെ പോവും. ആർക്കും ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ദൈവപുത്രനായ ക്രിസ്തു വന്നത്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അതിൽ എഴുതിയിരുന്നതെല്ലാം ക്രിസ്തു നിവർത്തിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ നീതിയെ തൃപ്തിപ്പെടുത്തി. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്തു? നടുവിൽ നിന്ന് ആ ബോർഡ് തന്നെ നീക്കുന്നതിന് മുമ്പ് അതിലെ കൈയെഴുത്ത് മായിച്ചു. സ്തോത്രം. ക്രൂശിൽ തറച്ചത് നടുവിൽ നിന്ന് നീക്കി. ന്യായപ്രമാണം നീക്കിക്കളഞ്ഞെന്നല്ല, നമുക്ക് വിരോധമായിരുന്നതിനെ നിവർത്തിച്ച് അവിടെ നിന്നും മാറ്റുകയായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അതുവരെ അങ്ങോട്ട് പ്രവേശിക്കുവാൻ കഴിയാതെ ഇരുന്ന മനുഷ്യനെ കൈക്ക് പിടിച്ചോണ്ട് യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. അവരെ അവിടെ സ്വതന്ത്രരായി വിട്ടു. ഇന്ന് അതുകൊണ്ടാണ് ജാതികളായിരുന്ന എനിക്കും നിങ്ങൾക്കും ഈ അണ്ഡകടാഹത്തിൻ്റെ ഉടയവനും സ്രഷ്ടാവുമായ ദൈവത്തെ ഇങ്ങെത്താണ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ആരാ? ഇയ്യോബിന്റെ പുസ്തകത്തിൽ 4:19 വായിക്കുന്നത് പോലെ പൊടിയിൽ നിന്നും ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴു പോലെ ചതഞ്ഞു പോകുന്ന എനിക്കും നിങ്ങൾക്കും, സ്തോത്രം, അക്ഷയനായ തേജോമയനായ അമർത്യനായ കർത്താധികർത്താവും ദൈവാധിദൈവവും രാജാധിരാജാവും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ ദൈവത്തെ പപ്പായേ എന്ന് വിളിക്കാൻ, അപ്പച്ച എന്ന് വിളിക്കാൻ, പിതാവേ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള സ്വപുത്രന്റെ ആത്മാവിനെ നൽകി ക്രിസ്തുവിലൂടെ പിതൃസന്നിധിയിലേക്ക് ധൈര്യത്തോടെ, വിറച്ചുകൊണ്ടല്ല, ധൈര്യത്തോടെ പ്രവേശനവും നൽകി തന്നു. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ മുഴ മാറിയതും പനി മാറിയതും ഒന്നുമല്ല കേട്ടോ. സ്തോത്രം. മുഴ മാറിയില്ലെങ്കിലും പനിയും കൊറോണയും മാറിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാൻസറും HIV ഒന്നും മാറിയില്ലെങ്കിലും സാരമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആദ്യം ലഭിച്ചത് ഈ നിരപ്പാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തോട് ക്രിസ്തുവേശുവിലൂടെ നിരന്നുകൊള്ളുകയാണ് ദൈവരാജ്യ പ്രവേശനത്തിനുള്ള അടിസ്ഥാനപരമായ യോഗ്യത. അത് സാധിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടിയോ മതിയെന്നേ. സ്തോത്രം. വേറെ ഭൂമിയിലുള്ള വേറെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ട് ഇത് കിട്ടാതെ പോയാൽ എന്തോ പ്രയോജനമാ. സ്തോത്രം. അതുകൊണ്ട് ഏറ്റവും ഒന്നാമത് ദൈവത്തോട് നിരന്നുകൊള്ളുക. സ്തോത്രം. അതിലിനിയും പറയാൻ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് നേരെയില്ലല്ലോ. രണ്ടാമതായി നാം ചെയ്യേണ്ടത് എന്താണ്? സ്തോത്രം. ഈ ഒന്നാമത്തെ ഭാഗത്തിന്റെ തന്നെ വകഭേദങ്ങളായിട്ട് വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. അടിസ്ഥാനപരമായി ചെയ്യേണ്ടത് പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. സ്തോത്രം. പാപങ്ങളിൽ നിന്നും മാനസാന്തരപ്പെടുക. റിപ്പന്റ് ഫ്രം സിൻസ്. സ്തോത്രം. ഒന്നാമത്തേതിന് ഒരു ഭാഗം കൂടെ ഉണ്ട് റെക്കൺസിലിയേഷനിൽ. ദൈവത്തോട് മാത്രം നിരന്നാൽ പോരാ, അതിന് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, മറ്റേ രക്ഷിക്കപ്പെടാത്തവർക്കും വേണ്ടിയുള്ള ഒരു ഭാഗമായിരുന്നു. രണ്ടാമത്തേതിൽ വരുന്നതിന് മുമ്പ് റെക്കൺസിലിയേഷന്റെ രണ്ടാം ഭാഗം കൂടെ പറഞ്ഞോട്ടെ. നിരപ്പിന്റെ രണ്ടാം ഭാഗം.
ദൈവത്തോട് നിരന്നെന്ന് പറയുന്ന പലരും മനുഷ്യരോട് നിരന്നിട്ടില്ല. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാ, ദൈവത്തോട് നിരന്നെന്ന് പറയുന്നവർ, യേശുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്നവർ, സ്നാനപ്പെടുകയും തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും ഭൂമിയിൽ പലരോടും പിണങ്ങിയിരിക്കുന്നവരാണ്. അവർ ഇതുവഴി വന്നാൽ ഈ പുള്ളി ഇങ്ങനെ മറുവഴിയായിട്ട് പോയിക്കളെ. സ്തോത്രം. പ്രിയരെ, മനുഷ്യരോട് നിരക്കാതെ കർത്താവിനെ കാണാമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? പറ്റില്ല. ഒന്ന് വായിച്ചാട്ടെ, എബ്രായ ലേഖനം 12:14, ഹീബ്രൂസ് 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഇവിടെ പറയുന്ന ശുദ്ധീകരണം എന്തോ ശുദ്ധീകരണമാ? ഹൃദയം. സ്തോത്രം. അവിടെ പരിശുദ്ധീകരണം കണ്ടോ? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. എല്ലാവരോടും സമാധാനം ആചരിച്ച്. അവിടെയും പറയുന്ന സമാധാനം ഏത് സമാധാനമാ? ബന്ധത്തിലെ സമാധാനമാണ്. ഇന്ന് നമ്മുടെ ദൈവസഭകൾക്കകത്ത് ഐക്യതയും രമ്യതപ്പെട്ട ബന്ധങ്ങളും ഉണ്ടോ? ഉണ്ട്. ചിലരൊക്കെ തമ്മിലുണ്ട്, അത് സമ്മതിച്ചു. ഒരേ പ്രാദേശിക സഭ എടുത്താൽ തന്നെ ആ പ്രാദേശിക സഭയ്ക്കകത്ത്, ലോക്കൽ ചർച്ചിനകത്ത് ഹൃദയ ഐക്യമുള്ള എത്ര സഹോദരങ്ങളുണ്ട്? പാസ്റ്ററോട് പിണങ്ങിയിരിക്കുന്ന വിശ്വാസികൾ, വിശ്വാസികളോട് കയ്പ് വെച്ച് പുലർത്തുന്ന പാസ്റ്റേഴ്സ്, പാസ്റ്ററും തമ്മിൽ കയ്പും പിണക്കവും വഴക്കും. ചില സ്ഥലങ്ങളിൽ അത് കോടതി വരെ കയറിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനും കോടതിയും വരെ കയറിയിട്ടുണ്ട്. ബന്ധങ്ങളിൽ നിരപ്പില്ലാതെ ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ ആരും കാണുകയില്ലെന്ന. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെടുകയും തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയും ചിലപ്പോൾ ഞങ്ങളെപ്പോലെയൊക്കെ തിരുവത്താഴം മുറിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നവർ ബന്ധങ്ങളിൽ നിരപ്പ് പ്രാപിക്കാത്ത പക്ഷം കർത്താവിന്റെ വരവിൽ പോകുമോ? സ്തോത്രം. എന്തു പറയുന്നു? പോകത്തില്ല, പോകില്ല. അത് ഓർഡിനേഷൻ കിട്ടിയ പാസ്റ്റർ ആയാലും കൊള്ളാം, പ്രസിഡന്റുമാരായാലും കൊള്ളാം, ആരായാലും. സ്തോത്രം. പാസ്റ്റേഴ്സോ പാസ്റ്റേഴ്സ് അല്ലാത്തവരോ ദൈവമക്കളാണോ, നമുക്ക് ദൈവത്തോട് മാത്രം പോരാ നിരപ്പിന്റെ ബന്ധം, മനുഷ്യരോടും വേണം, മനുഷ്യരോടും വേണം. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട്. അതിനെന്താ വേണ്ടത്? forgive and also beg forgiveness. ഇത് രണ്ടും വേണം. സ്തോത്രം. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടണമോ? ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്തേ പറ്റൂ. ഞാൻ ക്ഷമിക്കേണ്ട ചിലരോട് ക്ഷമിക്കണം. സ്തോത്രം. യെസ്, ക്ഷമിക്കേണ്ടവരോട് ഞാൻ ക്ഷമിക്കണം. രണ്ട്, ഞാൻ ക്ഷമ ചോദിക്കേണ്ടവരോ.
നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സഭകളിൽ ഇത് നടക്കുന്നില്ല. എത്രയോ പേര് മറ്റുള്ളവരോട് ക്ഷമിക്കാതെ ഇരിക്കുന്നു. സ്തോത്രം. എത്രയോ പേര് തെറ്റ് ചെയ്തിട്ടും ഒരു സോറി പറയാൻ പോലും മനസ്സില്ലാതിരിക്കുന്നു. പക്ഷേ തിരുവത്താഴത്തിൽ പങ്കെടുക്കാനോ തിരുവത്താഴത്തിൽ ശുശ്രൂഷിക്കുവാനോ മടിയുമില്ല. അരുതേ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് ഏത് നിമിഷത്തിലും വരാം. തിരുവെഴുത്ത് അസന്നിഗ്ധമായി പറഞ്ഞ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടു. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. വ്യക്തിപരമായ ബന്ധത്തിലെ ഉലച്ചിലുകൾ, ചിലയിടത്ത് സ്വന്തം കുടുംബത്തിനകത്ത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പോലും സമാധാനപരമായ ബന്ധമില്ല. എന്നെ മ്യൂട്ട് ചെയ്തോ? സ്തോത്രം. ചിലയിടത്ത് ശബ്ദം കേൾക്കാമല്ലോ? ഓക്കെ. ചിലയിടത്ത് മാതാപിതാക്കളും മക്കളും തമ്മിൽ സമാധാന ബന്ധമില്ല. ചിലയിടത്ത് സഹോദരങ്ങൾ തമ്മിലില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒട്ടുപാലിൻ്റെയും അല്പം മണ്ണിൻ്റെയും ഒക്കെ വിഷയത്തിലാ. കയ്യാല കെട്ടിയത്, മതിൽ കെട്ടിയത് എൻ്റെ വസ്തുവിലേക്ക് ഇറക്കിയ, എൻ്റെ വസ്തുവിൽ നിന്ന് ഒരു മരം അവൻ വെട്ടി. അയ്യോ പോട്ടെന്നേ. സ്തോത്രം. വിട്ടുകൊടുക്ക. കർത്താവ് പറഞ്ഞത് നിന്റെ ഷോൾ എടുക്കുന്നവന് ഉടുപ്പും കൂടി ഊരി കൊടുക്കാനാ. സ്തോത്രം. പക്ഷെ നമ്മളോ മറ്റവന്റെ പാൻസും കൂടെ ഊരിയെടുക്കാനിരിക്കുക. അരുത്. സ്തോത്രം. അരുത്. ഇന്ന് രാത്രി ഒന്നോർത്തു നോക്കൂ. ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ്, ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇരുന്നുകൊണ്ട് ഒന്ന് ക്ഷമ ചോദിച്ചോ, കുഴപ്പമില്ല. അല്ലെങ്കിൽ സ്തോത്രം, യോഗം കഴിഞ്ഞിട്ടുടൻ തന്നെ ക്ഷമ ചോദിക്കുക. അല്പം നമ്മൾ താഴുന്നെങ്കിൽ താണോ, കുഴപ്പമില്ല. 2, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്തവരുമാകട്ടെ, ഒരു വ്യവസ്ഥയുണ്ട്. അവരവരുടെ തെറ്റ് നമ്മളോട് സമ്മതിക്കുകയോ മറ്റോ ചെയ്താൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകൂ. ഒരു റെക്കൺസൈൽഡ് റിലേഷൻഷിപ്പ്. സ്തോത്രം. Reconciliation or the reconciled relationship is more important than our worship. ആരാധനയേക്കാൾ പ്രധാനപ്പെട്ടതാണ് നിരന്ന ബന്ധങ്ങൾ. മത്തായി 5-ാം അധ്യായമാണ് ഞാൻ ഈ പറയുന്നത്. 23 തൊട്ടുള്ള വാക്യങ്ങളിൽ അത് നാം കാണുന്നു. കർത്താവ് പറഞ്ഞു, നീ വഴിപാട് കഴിക്കാൻ പോകുമ്പോൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആരാധിക്കാൻ പോകുമ്പോൾ, നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ യാഗവസ്തുവിനെ വഴിപാട് അവിടെ വിട്ടിട്ട് ആദ്യം പോയി സഹോദരനോട് നിരന്നുകൊള്ളുക. ഏതാണ് പ്രധാനം? ആരാധനയോ നിരപ്പോ? നിരപ്പ്. സ്തോത്രം. പണ്ടൊക്കെ ആണെങ്കിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പും തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് മുമ്പുമെങ്കിലും ഉള്ള മാനസിക പ്രയാസങ്ങളൊക്കെ പറഞ്ഞു തീർക്കുമായിരുന്നു. ഇപ്പം ഇല്ല.
അരുതേ. അതുകൊണ്ട് ഈ ദ്വിമുഖിയായ നിരപ്പിന്റെ അനുഭവം വേണം. ദൈവത്തോടും നിരക്കണം, 2 മനുഷ്യനോടും നിരക്കണം. മനുഷ്യരോട് നമുക്ക് അവരുടെ പിഴകളെ ക്ഷമിക്കുവാൻ കഴിയാതിരുന്നാൽ സ്വർഗസ്ഥനായ ദൈവം നമ്മുടെ പിഴകളെ നമ്മോടും ക്ഷമിക്കുകയില്ല. സ്തോത്രം. ഗൗരവം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. കർത്താവിന്റെ രാജ്യത്തിൽ പോകണമെങ്കിൽ 1 ദൈവത്തോട് നിരക്കുക, 2 മനുഷ്യനോട് നിരക്കുക. ക്ഷമ പറയേണ്ടവനോട് ക്ഷമ പറയുക, ക്ഷമ ചോദിക്കേണ്ടവനോട് ക്ഷമ ചോദിക്കുക, ക്ഷമിക്കേണ്ടവനോട് ക്ഷമിക്കുക. സ്തോത്രം. ഇല്ലെങ്കിൽ ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞത് റിപ്പൻറ്റൻസ്, മാനസാന്തരം. നമ്മുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, സഭയ്ക്ക് പുറത്തുള്ളവർക്കാണ് മാനസാന്തരമെന്ന്. അല്ല, സഭയ്ക്കകത്തുള്ളവർക്കുണ്ട്. വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിൽ 7 സഭകൾ, അതിലെ സ്മുർന, ഫിലദൽഫിയ, ഈ 2 സഭകൾ ഒഴികെ ബാക്കി 5 സഭകളോടും പരിശുദ്ധാത്മാവ് അല്ല, ക്രിസ്തു നേരിട്ട് ആവശ്യപ്പെട്ടതാണ് മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. റിപ്പന്റ്, റിപ്പന്റ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കാർത്ഥത്തിൽ പറയാം, പാപങ്ങളെയും ലോകത്തെയും സ്വയത്തെയും സാത്താന്യ അധികാരത്തെയും വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞപക്ഷം 4 കാര്യങ്ങളെ വിട്ടു തിരിയുക. എന്തിനെയൊക്കെ വിടണം? എന്തിൽ നിന്നെല്ലാം തിരിയണം? പാപത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, സാത്താനിൽ നിന്ന്. സ്തോത്രം. In repentance we need to turn away from at least these 4 things. പാപം, സ്വയം, ലോകം, പിശാച്. ഈ 4 വിട്ടാൽ മാത്രം മാനസാന്തരം ആകുന്നില്ല. മാനസാന്തരത്തിന്റെ ഏറ്റവും പ്രധാന ഘടകം ടേണിംഗ് അൺടു ഗാഡ്, ടേണിംഗ് ടുവേർഡ്സ് ഗാഡ്, ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നതിലാണ് മാനസാന്തരത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. സ്തോത്രം. അപ്പോൾ മാനസാന്തരം വളരെ ലളിതമായി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടേണിംഗ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേണിംഗ്, തിരിയുക എന്ന, തിരിയുക. അതിന് 2 വശങ്ങൾ, ചിലതിൽ നിന്ന് ചിലതിലേക്ക്. A turning away from and a turning towards. മാനസാന്തരപ്പെടണം. സ്തോത്രം. നാം മാനസാന്തരപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇപ്പോഴുണ്ട്. സ്തോത്രം. എഫേസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പാട് 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, വിശേഷിച്ച് 3-4 വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് നമുക്കറിയാമല്ലോ. 9 ക്വാളിറ്റീസ്, ഗുണങ്ങളെപ്പറ്റി കർത്താവ് അവരെ പ്രശംസിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുറ്റം പറയുന്നു. എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കുറ്റം പറയാനുണ്ട്. എന്താ ഒരു കുറ്റം? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം.
ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. സ്തോത്രം. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം. എന്നിട്ട് കർത്താവ് പറയുന്നു, സ്തോത്രം, എന്ത് ചെയ്യണമെന്നാ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. റിമെമ്പർ, റിപ്പന്റ് ആൻഡ് റെസ്റ്റോർ. ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർക്കുക. റിപ്പന്റ്, മാനസാന്തരപ്പെടുക. റിട്ടേൺ, ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സ്തോത്രം. അപ്പോൾ വേണ്ടതെന്താണ്? മാനസാന്തരം. നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം വേണ്ട പല ഘടകങ്ങളില്ലേ? എഫെസോസിലെ സഭയോടുള്ള ബന്ധത്തിൽ മാനസാന്തരപ്പെടേണ്ടത് ഏത് വിഷയത്തിലാ? ആദ്യ സ്നേഹത്തിന്റെ വിഷയത്തിൽ. റിപ്പൻറ്റൻസ് ഇൻ റിഗാർഡ് വിത്ത് ദ ഫസ്റ്റ് ലവ്. അതെന്തുവാ? ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞാൽ സ്തോത്രം. പലരും കരുതുന്നത് ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിച്ച ആദ്യ നാളുകളിലെ സ്നേഹം എന്നാണ്. വിവാഹിതരാണ് നമ്മുടെ കൂട്ടത്തിൽ അധികവും എന്നെനിക്കറിയാം. അതുകൊണ്ടൊരു ചോദ്യം ചോദിക്കാം. സത്യസന്ധമായിട്ട് പറയാൻ ഒക്കാത്തവർ മിണ്ടണ്ട കേട്ടോ. കല്യാണം കഴിച്ച ആദ്യ നാളുകളിലായിരുന്നോ നിങ്ങൾ തമ്മിൽ സ്നേഹക്കൂടുതൽ, അതോ 8, 10, 20, 30 വർഷം കഴിഞ്ഞ ഇപ്പോഴാണോ? എനിക്ക് ഏതാണ്ട് 30 വർഷമാകാൻ പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്. എന്തായിരിക്കും ഉത്തരം? നിർബന്ധിക്കുന്നില്ല പറയാൻ. ചിലരെ ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ച് ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ടായാലും തമ്മിൽ എന്ന് ചോദിച്ചാലും മതി. എൻ്റെ അനുഭവം പറഞ്ഞാൽ, എൻ്റെ ഭാര്യയും കേൾക്കുന്നുണ്ട് ഇവിടെ, അന്നത്തേക്കാൾ ഇപ്പോഴാണ് സ്നേഹം കൂടുതൽ. അന്നുണ്ടായിരുന്നതൊക്കെ ഒരുതരം ഹോർമോണിന്റെ, അതിനെ റൊമാൻറ്റിക് ലവ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. അത് ഹോർമോണിന്റെ ഒരല്പം വേലിയേറ്റം ഉണ്ടായി. അത് കഴിഞ്ഞപ്പം ആ ഹോർമോണൊക്കെ അങ്ങ് തണുത്തു. അത് സ്നേഹമല്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് യഥാർത്ഥ കുടുംബജീവിതത്തിലെ സ്നേഹം വർദ്ധിക്കുന്നത്. അതിനകത്ത് റൊമാൻസ് അല്ല വിഷയം, ലൈംഗികതയല്ല ആ ദീർഘനാളുകളിലെ ഭാര്യാഭർത്തൃ സ്നേഹത്തിന്റെ അടിസ്ഥാന ഘടകം. സ്തോത്രം. അപ്പോൾ ആദ്യ സ്നേഹം എന്നിവിടെ പറയുന്നതിൻ്റെ അർത്ഥം വിവാഹ നാളിലെ സ്നേഹമല്ല. പിന്നെന്താ? The primary place, the priority in our life. നമ്മുടെ ജീവിതത്തിലെ പ്രയോറിറ്റി യേശുവാണോ? നമ്മുടെ ജീവിതത്തിലെ പ്രാഥമികത, ഒന്നാം സ്ഥാനം യേശുവിനാണോ? സ്തോത്രം. ആണെന്നേ പറയൂ, പക്ഷെ പ്രായോഗികമായിട്ട് അല്ല. പ്രായോഗികമായിട്ടല്ല. അപ്പോൾ പ്രായോഗികമായി യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്ത പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെടണം. കാരണം സ്വർഗ
എന്ന് പറയുന്നത് കഷയമായി കർത്താവിനെ മറ്റെന്തിനേക്കാളും അധികം, മറ്റാരേക്കാളും അധികം സ്നേഹിക്കുന്നവരെ കൊണ്ട് മാത്രം നിറയുന്നൊരു സ്ഥലമാണ്. കർത്താവിനെ സ്നേഹിക്കാത്തവർക്ക് അവിടെ പ്രവേശനം ഇല്ല. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. cursed. ആരാ? one who doesn't love the Lord. സ്തോത്രം. പ്രിയരെ, മാനസാന്തരപ്പെടണം. കർത്താവായ യേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ വേഗം വരുന്ന യേശു ക്രിസ്തുവിനെ എതിരേൽക്കേണ്ടതിന് യേശുവിൽ വിശ്വസിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഒരിക്കൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇനിയും പല കാര്യങ്ങളുണ്ട് മാനസാന്തരപ്പെടാൻ. അതിലേറ്റവും ഒന്നാമത്തേതാണ് സ്നേഹത്തിൻ്റെ പ്രാഥമികതയുടെ വിഷയത്തിൽ നമുക്കൊരു മാനസാന്തരം വേണം. ഇന്ന് ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, ഞാൻ എനിക്കാണ്, എൻ്റെ സ്വയത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, എൻ്റെ മക്കൾക്കാണ് ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, എൻ്റെ പൊസിഷനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, ലോക്കൽ സഭയിലെ സെക്രട്ടറി സ്ഥാനത്തിനാണ് 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, കമ്മിറ്റി മെമ്പർ സ്ഥാനത്തിനാണ്, ട്രഷറർ സ്ഥാനത്തിനാണ്, അല്ല കൗൺസിൽ മെമ്പർ എന്ന സ്ഥാനത്തിനാണ്, സ്ഥാനമാനങ്ങൾക്കാണ് ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ, പണത്തിനാണെങ്കിൽ, വീടിനോ വണ്ടിക്കോ ജോലിക്കോ ലോകത്തിലെ മാന്യതയ്ക്കോ കൂട്ടിച്ചേർത്തോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതിനൊക്കെയാണ് ഞാൻ 1-ാം സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ ഞാൻ മാനസാന്തരപ്പെടണം. അതിൻ്റെ എല്ലാം മുകളിൽ ഞാൻ എൻ്റെ യേശുവിനെ സ്ഥാപിക്കണം. യേശുവിനോടായിരിക്കണം, ക്രിസ്തുവായിരിക്കണം എൻ്റെ എൻ്റെ ആദ്യ സ്നേഹം. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ 1-ാമത്തെ സ്ഥാനം സ്നേഹത്തിൽ നാം നൽകുന്നത് ആർക്ക് എന്നതാണ്. സ്തോത്രം. യേശു അല്ലായിരിക്കും നമ്മുടെ 1-ാം അല്ലെങ്കിൽ ആദ്യ സ്നേഹം. യേശുവിനോട് ആദ്യ സ്നേഹമല്ല കേട്ടോ, യേശു നമ്മുടെ ആദ്യ സ്നേഹമാവുക. വ്യത്യാസം മനസ്സിലായോ? നോട്ട് എ ഫസ്റ്റ് ലവ് ടുവേർഡ്സ് ക്രൈസ്റ്റ്, റാദർ ക്രൈസ്റ്റ് ഷുഡ് ബിക്കം അവർ ഫസ്റ്റ് ലവ്. ദിസ് ഈസ് ദ ട്രൂ മീനിങ്. യേശു നമ്മുടെ ആദ്യ സ്നേഹമാകണം. സ്തോത്രം. അവിടെ നിന്നും ഇങ്ങോട്ട് വരുമ്പോൾ, എഫെസോസിൽ നിന്നും വരുമ്പോൾ പെർഗമോസുകാർക്ക് മാനസാന്തരപ്പെടേണ്ടത് ഇത് വിഷയത്തിലാ, ഉപദേശ വിഷയത്തിലാ. പിന്നെ തുയഥൈരക്കാരാ, അവര് മാനസാന്തരപ്പെടേണ്ടത് ഇത് വിഷയത്തിലാ. ഇസബേൽ എന്ന് പറയുന്ന ഒരു പാപിനിയായ സ്ത്രീയുടെ വിഷയത്തിലാണ്. പാപത്തെ ടോളറേറ്റിംഗ് സിൻ, പാപത്തെ സഹിക്കുന്ന വിഷയത്തിൽ അവൾ മാനസാന്തരപ്പെടണം. പിന്നെ സർദീസിലെ സഭയാണ്, ഏത് വിഷയത്തിലാണ് അവൾ മാനസാന്തരപ്പെടേണ്ടത്? സ്തോത്രം. ആത്മീയ മരണം എന്ന വിഷയത്തിലാണ്. നിനക്ക് ജീവനുള്ളവൻ എന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു. അത് കഴിഞ്ഞ് ലവോദിക്കയിലാണ് മാനസാന്തരം. അവിടെ ഗുണം പറയാൻ ഒന്നുമില്ല. കർത്താവ് വെളിയില, സഭയ്ക്ക് പുറത്താ. കണ്ടോ, ഈ 5 സഭകളിൽ നാം മാനസാന്തരപ്പെടേണ്ട 5 പ്രധാന കാര്യങ്ങൾ. സ്തോത്രം. ഇപ്പോൾ നമുക്കൊരു മാനസാന്തരം ആവശ്യമില്ലേ? ആദ്യ സ്നേഹത്തിന്റെ വിഷയത്തിൽ ഞാൻ നിർത്തുകയാണ്. 3 മിനിറ്റ് കൂടുതലായി, ഞാൻ നിർത്താം. 2 മിനിറ്റും കൂടെ എടുത്ത് നിർത്തിക്കോളാം. ആദ്യ സ്നേഹത്തിന്റെ വിഷയത്തിൽ എഫെസോസിനോടുള്ള ബന്ധത്തിൽ പറയുന്നു,
നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന? ഞാൻ എന്ത് ചെയ്യുന്ന കർത്താവ് പറഞ്ഞേ? I will remove your lampstand. നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കിക്കളയും എന്ന് പറഞ്ഞാൽ, if I will not be your first love, you will no more be a church. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? നിലവിളക്ക് എന്തിനെ കാണിക്കുന്നു? നിലവിളക്കിന്റെ അർത്ഥം വെളിപ്പാട് 1:20 നമുക്കറിയാം. നിലവിളക്ക് സഭയെ കാണിക്കുന്നു. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന വിഷയത്തിൽ നീ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ കർത്താവ് എന്താ പറഞ്ഞത്? നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് ഞാൻ നീക്കിക്കളയും എന്ന് വെച്ചാൽ, നിന്നെ ഒരു സഭയായി ഞാൻ പിന്നെ പരിഗണിക്കത്തില്ല. അയ്യോ, ആദ്യ സ്നേഹമെന്ന ഒരൊറ്റ വിഷയത്തിൽ തെറ്റിപ്പോയി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ സഭയായുള്ള പരിഗണന പോലും ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകുമോ സഹോദരങ്ങളെ? ഇതിനെ നിസ്സാരമായി കാണല്ലേ. ഗൗരവത്തോടെ കണ്ട് നമുക്ക് മാനസാന്തരപ്പെടാം. ഈ രാത്രിയിൽ നിരപ്പ് മാനസാന്തരം, റെക്കൺസിലിയേഷൻ ആൻഡ് റിപ്പൻറ്റൻസ്. നമ്മുടെ കർത്താവ് വരുന്നു. തന്നോടും മറ്റുള്ളവരോടും നിരന്നവരെ മാത്രം, അതുപോലെ മാനസാന്തരപ്പെട്ടവരെയും മാത്രം ചേർക്കാനാണ് നമ്മുടെ കർത്താവ് വരുന്നത്. ആ വരവിൽ നാം ആരും കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാനും വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും ദൈവം നൽകിയ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പിതാവാകുന്ന ദൈവം യേശു ക്രിസ്തുവിലൂടെ നമ്മെ നിരപ്പിച്ച ദൈവകൃപ ഓർക്കുമ്പോൾ ആ കർത്താവിനെ സ്നേഹിപ്പാൻ നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും. തമ്മിൽ നിരപ്പുള്ളവരായി, മാനസാന്തര അനുഭവമുള്ളവരായി, പ്രിയന്റെ വരവിനായി പ്രത്യാശയോടെ നമുക്ക് നോക്കി പാർക്കാം. നാളെയും നമ്മുടെ ബൈബിൾ ക്ലാസ് ഉണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും ജോയിൻ ചെയ്യണം.